ഇപ്പൊ ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. സോ ഒരാൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരണം, സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ അക്കീംകയുടെ ഒരു ഒപ്പീനിയൻ പ്രകാരം എങ്ങനെയായിരിക്കും ഒരാൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ടത്, എങ്ങനെയായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. നിങ്ങൾ ആദ്യം എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ്, ആ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് ചെറിയ സാലറി ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം എക്സ്പീരിയൻസ് നേടിയതിനു ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങുക. അതിന് നമ്മൾ ക്രമേണ വർഷങ്ങളോളം എടുത്തിട്ട് നമ്മൾ അതിൽ നല്ല ആക്യുറേറ്റ്, നമ്മൾ ആ ബിസിനസ്സിൽ നല്ലോണം സ്റ്റേബിൾ ആയതിനു ശേഷം അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. അല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ ബിസിനസ്സിൽ ചാടിക്കയറി വലിയൊരു ഇൻവെസ്റ്റ് നടത്തി ഒരു ബിസിനസ് സ്ട്രാറ്റജി ഇല്ലാതെ, പ്ലാനിങ് ഇല്ലാതെ ബിസിനസ് തുടങ്ങി ഫെയിലിയർ ആവരുത്. ആര് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ആ ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഫീൽഡാകുക. അതേപോലെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ എവിടെയെങ്കിലും ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 1-2 വർഷം പണിയെടുത്തതിന് ശേഷം, കൃത്യമായി പഠിച്ചതിന് ശേഷം ബിസിനസ് ചെയ്യാൻ ഇറങ്ങും. മെല്ലെ മെല്ലെ ഓരോ വണ്ടി എടുത്ത് അതിങ്ങനെ പാർട്ടിക്ക് കൊടുത്ത് അതിനുശേഷം ഈ കച്ചവടത്തിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ ഇന്ന് ഈ 2026 എത്തി നിൽക്കുന്നത്. അല്ലാതെ ഞാൻ ഒറ്റയടിക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഫണ്ട് ലോൺ എടുത്ത് ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു 20 വണ്ടി വാങ്ങി ഞാനൊരു കച്ചവടം തുടങ്ങി. ഒരിക്കലും എനിക്ക് വിജയിക്കാൻ പറ്റില്ല, നിങ്ങൾക്കും വിജയിക്കാൻ കഴിയില്ല, എനിക്കും വിജയിക്കാൻ കഴിയില്ല. ഞാൻ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യുന്നു. ആ കമ്പനിയിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ എടുക്കുകയും ആ വാഹനങ്ങൾ ഓരോ കസ്റ്റമേഴ്സിന് ഓരോന്നായി സെയിൽ ചെയ്യുകയും അതിനുശേഷം ഞാൻ ആ ഒരു കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും 2 വണ്ടിയാക്കി അങ്ങനെ വണ്ടി എടുത്തെടുത്ത് 0യിൽ നിന്നുമാണ് ഞാൻ ഈ ഒരു നിലയിലേക്ക് എത്തിയത്. നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.